إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് അവനെ അനുസരിച്ച് ജീവിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളായി കണ്ണടക്കാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമളാനിനെ ഏറ്റവും നല്ല നിലയിൽ സ്വീകരിക്കുവാനും കർമ്മങ്ങൾ കൊണ്ട് അതിനെ ധന്യമാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ബറക്കത്ത്, ആ ബറക്കത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നാം ശ്രദ്ധിക്കേണ്ടുന്ന, നമ്മിൽ ഉണ്ടായിരിക്കേണ്ടുന്ന 3 കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിലൊന്ന് പറഞ്ഞത് തഖ്വയാണ്. തഖ്വയോടുകൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിനെ ജീവിതത്തിലുടനീളം നെഞ്ചിലേറ്റി ആ ഖുർആനിൻ്റെ ആളുകളായി, ഖുർആനുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. മൂന്നാമതായി നമ്മൾ സൂചിപ്പിച്ചത് ബറക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടി നമുക്കും മറ്റുള്ളവർക്കും അത് ലഭിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതാണ്. ഈ 3 കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ വിശദമായി നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നത്തെ ഖുതുബയിൽ അതിൻ്റെ ബാക്കി ഭാഗമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള ഈ ബറക്കത്ത് നമുക്ക് ലഭിക്കണം. അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം.
കാരണം ബറക്കത്തില്ലാത്ത ജീവിതം വല്ലാത്ത പ്രയാസകരമായ ഒരു ജീവിതമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ബറക്കത്ത് ലഭിക്കുന്ന ഓരോ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. എന്നതുകൊണ്ട് തന്നെ മറ്റുള്ള ഏതാനും ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നാലാമതായും ബറക്കത്ത് ലഭിക്കാൻ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം ഇക്തിസാബുൽ മാൽ മിൻ കസ്ബിൻ ഹലാൽ, ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുക എന്നതാണ്. മനുഷ്യരായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല മറ്റുള്ളവരെ ആശ്രയിക്കാതെ പരസഹായമില്ലാതെ സ്വന്തം കാലിൽ നിവർന്നു നിന്നുകൊണ്ട് മാന്യമായ ജീവിതം നയിക്കാനായി, ജീവിതം സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാനായി നമുക്ക് അനുവദനീയമാക്കി തന്ന ഒന്നാണ് കച്ചവടം എന്നുള്ളത്, അനുബന്ധമായ മറ്റു ജോലികളുമെല്ലാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ, അല്ലാഹു നിങ്ങൾക്ക് കച്ചവടത്തെ അനുവദനീയമാക്കി തന്നിരിക്കുന്നു, പലിശയെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന്. ധാരാളം നമുക്ക് സമ്പാദിക്കാം, എത്ര വേണമെങ്കിലും ഒരു മനുഷ്യന് പണമുണ്ടാക്കാം, അതിനൊന്നും ഇസ്ലാം എതിരല്ല. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ ധനാഢ്യരായ ധാരാളം സമ്പത്തുണ്ടായിരുന്ന സ്വഹാബികളുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ സമ്പത്ത് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് മേഖലകളിൽ ഉപയോഗപ്പെട്ട ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമ്മൾ വായിച്ചവരാണ്. അതുകൊണ്ട് തന്നെ സമ്പത്തുണ്ടാക്കുന്നതിന് ഇസ്ലാം എതിരല്ല. ഇത്രയേ ഒരാൾ സമ്പാദിക്കാൻ പാടുള്ളൂ എന്ന ഒരു ഹദ്, ഒരു പരിധി ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. മറിച്ച് ആ സമ്പത്ത് നമ്മൾ ഉണ്ടാക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾക്ക് എത്ര വേണമെങ്കിലും അധ്വാനിക്കാം, പണമുണ്ടാക്കാം എന്നതാണ് ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം സമ്പത്തിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. സമ്പത്തിനോടുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹം, അതിനെ സംബന്ധിച്ചും അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യന്റെ ആഗ്രഹത്തെയും മനസ്സിന്റെ തേട്ടത്തെയും, ജീവിതത്തിൽ പണം എന്നുള്ളത് അത്യാവശ്യമാണ് എന്നതിനെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ നിലക്ക് നമുക്ക് ആ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഇത്തരം മേഖലകൾ അല്ലാഹു അനുവദനീയമാക്കി തന്നിട്ടുള്ളത്. എന്നതുകൊണ്ട് തന്നെ അല്ലാഹു അനുവദനീയമാക്കി തന്ന ഈ കച്ചവട മാർഗങ്ങളെ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ നോക്കിക്കാണണം എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. അല്ലാത്ത പക്ഷം, ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിൽ നമ്മൾ ഈ പറഞ്ഞ സമ്പത്തുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ബറക്കത്ത് ഇല്ലാതായി പോകുമെന്നതാണ്. ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു, അൽ ബയ്യാനി ബിൽ ഖിയാരി മാ ലം യതഫറഖ. കച്ചവടം നടത്തുന്ന രണ്ടാളുകൾ അവരൊരു കാര്യത്തിൽ കച്ചവടം ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കച്ചവടത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. അങ്ങനെ അവർ ആ സ്ഥലത്തുനിന്നും പിരിഞ്ഞു പോകുന്നത് വരെ ആ കച്ചവടം വേണ്ടെന്ന് വെക്കാനൊക്കെ അവർക്ക് അനുവദനീയമാണ്, അവർക്ക് അതിൽ ഇളവുണ്ട്. എന്നാൽ അവിടെയൊക്കെ തീരുമാനമായി കച്ചവടം ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കച്ചവടം അവിടെ പൂർത്തിയായി. അങ്ങനെ ആ കച്ചവടം നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഫൈൻ സദഖാ വബയ്യന ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, അവിടെ കച്ചവടം നടന്നു. ആ കച്ചവടം നടക്കുന്ന സന്ദർഭത്തിൽ സത്യസന്ധത അവർ പുലർത്തിയിട്ടുണ്ടെങ്കിൽ, വാങ്ങുന്നയാളും കൊടുക്കുന്നയാളും സത്യസന്ധമായി വസ്തുവിനില്ലാത്ത പോരായ്മകളൊന്നും പറയാതെ, ഇല്ലാത്ത വിശേഷണങ്ങളൊന്നും ചാർത്തി കൊടുക്കാതെ വളരെ മാന്യമായി സത്യസന്ധമായി കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ കച്ചവടത്തിൽ അവർക്ക് അള്ളാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങുമെന്നാണ്. എന്നാൽ വൈൻ കതമ വകദബ, കളവ് പറഞ്ഞു, ഇല്ലാത്ത വിശേഷണങ്ങൾ, ഇല്ലാത്ത ഗുണമേന്മകൾ കച്ചവടത്തിൽ ആ വസ്തുവിൻ അവർ കൽപ്പിച്ചു, എടുത്തു പറഞ്ഞു. അങ്ങനെയൊക്കെ കളവ് പറഞ്ഞിട്ടും പല രൂപത്തിൽ ഇല്ലാത്തത് എടുത്തു പറഞ്ഞിട്ടും കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷെ ആ കച്ചവടം അവിടെ തീരുമാനമായിട്ടുണ്ടെങ്കിലും രണ്ടാമതായി അത് മാറ്റാൻ കഴിയുന്ന അവസ്ഥ വന്നിട്ടില്ലെങ്കിലും ആ ബറക്കത്ത് ഇല്ലാതായി പോകുമെന്നാണ്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മുഹീഖത്ത് ബറക്കത്ത് ബൈഇഹിമ, ആ കച്ചവടത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ഈ കളവ് പറഞ്ഞ് വഞ്ചന കാണിച്ച് കവളപ്പിച്ച് കച്ചവടം നടത്തിയ മനുഷ്യന് ചിലപ്പോൾ തോന്നും വലിയ ലാഭമാണ് ഉണ്ടായത്, മറ്റേയാളെ ഞാൻ പറ്റിച്ചിരിക്കുന്നു, വലിയ ലാഭം എനിക്ക് ഇതിലുണ്ടായി എന്ന് പ്രത്യക്ഷത്തിൽ ഒരു പക്ഷെ ഒക്കെ തോന്നുമെങ്കിലും ആ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. അവനക്ക് കിട്ടിയ പൈസ ചിലപ്പോ അവന്റെ ഒരു ആവശ്യത്തിനും തികയാത്ത രൂപത്തിൽ അള്ളാഹു അതിനെ മാറ്റുമെന്നതാണ്. ആ രീതിയിൽ ബറക്കത്തുള്ള രൂപത്തിൽ കച്ചവടം ചെയ്യണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ ഒരിക്കൽ ഒരുപാട് കച്ചവടക്കാർ ഒരുമിച്ച് കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നുകൊണ്ട്, യാ മഅ്ശറ തുജാർ, അല്ലയോ കച്ചവടം ചെയ്യുന്ന സമൂഹമേ എന്ന് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ ശ്രദ്ധ പിടിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ഇന്ന തുജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറ, തീർച്ചയായും കച്ചവടക്കാരായ വലിയൊരു സംഘം ആളുകൾ പരലോകത്ത് ഫുജ്ജാറുകളായി, ദുർനടപ്പുകാരായി അള്ളാഹുവിന്റെ അടുത്തേക്ക് കടന്നു വരുമെന്നാണ്. ആ കച്ചവടത്തിലൂടെ അള്ളാഹുവിന്റെ അനിഷ്ടം കരസ്ഥമാക്കിയ, അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിച്ച ആളുകളായി അവർ കടന്നു വരുമെന്നാണ്. കാരണം കച്ചവടത്തിൽ ഒരുപാട് വഞ്ചന കാണിച്ച ആളുകളാണ്, കളവ് പറഞ്ഞ ആളുകളാണ്, സാധനത്തെ എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റുപോകാൻ വേണ്ടി ഒരുപാട് ഇല്ലാത്ത ഗുണവിശേഷണങ്ങൾ ചാർത്തിക്കൊടുത്ത ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ വലിയ പ്രയാസകരമായ സാഹചര്യത്തിലായിരിക്കും അള്ളാഹുവിന്റെ ആ പരലോകത്തേക്ക് കടന്നു വരിക എന്നാണ് പ്രവാചകൻ പറയുന്നത്. എന്നാൽ ഇല്ലാ മൻ ഇത്തഖല്ലാഹു വബറ വസദഖ, സത്യസന്ധത പാലിച്ചിട്ടുണ്ട്, പുണ്യം ചെയ്തിട്ടുണ്ട്, തഖ്വ പാലിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം ആളുകൾക്ക് അവിടെ രക്ഷപ്പെടാം. അല്ലാത്ത പക്ഷം കച്ചവടക്കാരായ ആളുകൾ ഒരുപക്ഷെ നിസ്കരിച്ചിട്ടുണ്ടാകും, പള്ളിയിൽ കൃത്യമായ ജമാഅത്തുകളിൽ പങ്കെടുത്തവരായിരിക്കും, മറ്റു പല ദഅവ പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളായിരിക്കാം, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് നന്മകൾ ഉണ്ടാകും. എന്നാൽ ഈ കച്ചവടത്തിൽ പോരായ്മകൾ വന്നതിന്റെ പേരിൽ, കച്ചവടത്തിൽ ഹറാമും ഹലാലും പരിശോധിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയാൻ കഴിയാതെ പ്രയാസം നേരിടുന്ന സാഹചര്യം പരലോകത്ത് വലിയ ഒരു സംഘം കച്ചവടക്കാർക്ക് വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്, സമ്പാദിക്കുന്ന ആളുകളാണ്. ആ സമ്പാദിക്കുന്ന സന്ദർഭത്തിൽ ഇത് ഹലാലാണോ ഹറാമാണോ, അള്ളാഹുവിന്റെ തൃപ്തിയുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെയുള്ള കൃത്യമായ ഒരു പരിശോധന വളരെ അത്യാവശ്യമാണ്. അല്ലാതെ എന്തും എവിടെ നിന്നും വാങ്ങിക്കോരി കൂട്ടാം എന്നുള്ള ചിന്തയാണ് എങ്കിൽ പരലോകത്ത് നമ്മൾ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ നഷ്ടക്കാരികളായി തീരുമെന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നല്ല ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ അടുക്കലേക്ക് ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ബിമ തലീനുൽ ഖുലൂബ്. അഹ്മദ് ബിൻ ഹംബൽ, ഹൃദയത്തിനൊരു സമാധാനം കിട്ടുന്നില്ല, ഹൃദയത്തിനൊരു സ്വസ്ഥതയില്ല, ഹൃദയത്തിന് നല്ല ആശ്വാസം കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് മറുപടികൾ പറയാം. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അവിടെ പറഞ്ഞ മറുപടി ബി അക്കലിൽ ഹലാൽ എന്നാണ്. ഹറാമ് തിന്നാൻ പാടില്ല എന്നാണ്. ഹലാല് ഭക്ഷിക്കണം, മാന്യമായി, ഒരു ഹറാമും കലർന്നു വരാത്ത രൂപത്തിൽ, അള്ളാഹു പഠിപ്പിച്ച രൂപത്തിൽ, പ്രവാചകൻ പറഞ്ഞു തന്ന രൂപത്തിൽ, നല്ല നിലയിൽ സത്യസന്ധമായി ജീവിച്ച് കച്ചവടം ചെയ്ത് ആ രൂപത്തിൽ സമ്പത്തുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ നീ ആ സമ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ നിനക്ക് നല്ല സമാധാനം കിട്ടുമെന്നാണ് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞത്. ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരെ, പലിശ വാങ്ങി ആ രൂപത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ സമാധാനം ലഭിക്കില്ല എന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട് ഇപ്പോഴും പലിശയിലൂടെ ഊട്ടപ്പെട്ട ജീവിതം നയിക്കുന്ന ആളുകളായി എത്ര ആളുകൾ സഹോദരന്മാരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പലിശ എന്ന് പറയുന്നത് ഇസ്ലാമിൽ കടുത്ത ഹറാമാണ്, അത് വൻ പാപമാണ്. പലിശയുടെ ഏറ്റവും ചെറിയ ഇനം പോലും സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് പല പ്രാവശ്യം കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഇപ്പോഴും ഹൃദയത്തിലേക്ക് ആ ഗൗരവം കയറാതെ പലിശയിലൂടെയുള്ള ജീവിതം നയിക്കുന്ന, പലിശ വാങ്ങുകയും കൊടുക്കുകയും അത് എഴുതി വെക്കുകയും അതിന് സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ലഅനല്ലാഹ്, അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹുവിന്റെ ശാപം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നഷ്ടം എന്താണ് ആ മനുഷ്യനുള്ളത്? ലോകത്ത് എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ടു, നമുക്ക് ഒരുപാട് ബഹുമതികൾ നൽകി, ധാരാളം അംഗീകാരങ്ങൾ നൽകി, എല്ലാം നൽകി. അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ, റബ്ബിന്റെ ശാപം നമ്മളെ തേടിയെത്തുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവർ, അവനേക്കാളും വലിയ നഷ്ടക്കാരൻ വേറെ ആരുമില്ല എന്നതാണ്. പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നാണ്. ആർക്കാണ്?
ആകില റിബ വമൂകിലഹു വകാതിബഹു വശാഹിദഹു എന്നാണ്. പലിശ വാങ്ങുകയും അത് കൊടുക്കുകയും പലിശ എഴുതി വെക്കുകയും അതിന് സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന, ഇങ്ങനെ പലിശയുമായി എന്തിടപാട് നടത്തുന്ന ആളും അവരെല്ലാവരും കുറ്റത്തിൽ ഒരുപോലെയാണ്. അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ ഒരു ഹദീസ് ഗൗരവത്തിൽ പഠിച്ച് മനസ്സിലാക്കുന്ന, സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമായ കുറ്റകരമായ കാര്യമാണ് പലിശ എന്ന് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് സഹോദരന്മാരെ പലിശ വാങ്ങാൻ സാധിക്കുക, പലിശ കൊടുക്കാൻ സാധിക്കുക, പലിശക്ക് വണ്ടി മേടിക്കാൻ സാധിക്കുക, പലിശയിലൂടെയുള്ള സമ്പാദ്യം കൊണ്ട് വീടെടുക്കാൻ കഴിയുക? ഒരിക്കലും സാധ്യമല്ല എന്നതാണ്. എന്നാൽ ആളുകൾക്ക് ഇതൊക്കെ നിസ്സാരമായ വിഷയമാണ്. ഇന്നൊക്കെ അതാരാണ് ചിന്തിക്കുക? ഇന്നൊക്കെ പലിശ വാങ്ങാതെ എങ്ങനെയാ ജീവിക്കാൻ കഴിയുക? ആരാണ് കടം തരാ? ഇന്നൊക്കെ ആരാ ചോദിച്ചാൽ കടം തരാ? ഇതല്ലാത്ത വേറെ ഓപ്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ന്യായീകരണങ്ങൾ പറഞ്ഞിട്ടാണ് പലരും പലിശയിൽ അകപ്പെട്ടു പോകുന്നത്. അവസാനം സംഭവിക്കുന്നത് എന്താണ്? ആ പലിശ വാങ്ങി ജീവിതം വഴിമുട്ടി അവസാനം വീടും പറമ്പും എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനായി തീരുന്ന എത്രയോ ആളുകളുടെ വാർത്തകൾ നമ്മൾ നേരിട്ട് കാണുന്ന ആളുകളാണ്, കേൾക്കുന്ന ആളുകളാണ്. ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അറിയാതെ പറഞ്ഞു പോകും, ശരിയാണ്, വെറുതെ അല്ല പടച്ചോൻ ഇത് ഹറാമാക്കിയത് എന്ന് ചിലപ്പോൾ സമ്മതിക്കും. എല്ലാം വഴിമുട്ടി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ സമ്മതിക്കും. ആദ്യം തന്നെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഇത് പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മാറി നിൽക്കാൻ തയ്യാറാവില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ബോധോദയം ഉണ്ടാവുന്നത് പലർക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടാവുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് സഹോദരന്മാരെ, പലിശയുടെ വിഷയം നല്ല ഗൗരവത്തിൽ കാണണം. ഒരു നിസ്സാരമായ വിഷയമായി കാണരുത്. ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമുക്കതിൽ ഇളവ് ലഭിക്കുകയില്ല. എത്ര വല്ല പണ്ഡിതൻ ചെയ്താലും ഹറാമ് തന്നെയാണ്, തെറ്റ് തന്നെയാണ്. അല്ലാതെ മറ്റോൻ ചെയ്യുന്നില്ലേ, ഇന്ന് പണ്ഡിതൻ ചെയ്യുന്നില്ലേ എന്നൊരു പക്ഷെ ന്യായീകരിച്ചാൽ അത് ന്യായമല്ല എന്നതാണ്. ആര് ചെയ്താലും അള്ളാഹും റസൂലും ഒരു കാര്യം നിഷിദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിഷിദ്ധമാണ്, അത് അനുവദനീയമാക്കിയിട്ടുണ്ടെങ്കിൽ അനുവദനീയമാണ്. അതേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പലിശയുടെ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ പറഞ്ഞത്. മൊത്തത്തിൽ ഹറാമില്ലാത്ത ഹലാലായ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കണം എന്നതാണ്. അതാണ് ബറക്കത്ത് ലഭിക്കാനുള്ള നാലാമത്തൊരു കാര്യമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അഞ്ചാമതായും ജീവിതത്തിൽ ബറക്കത്ത് നേടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇത്തിബാഉ സുന്ന ഫിൽ അക്ലി വശറാബ്. നമ്മളൊക്കെ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്, 2-3 നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്, വെള്ളം കുടിക്കുന്ന ആളുകളാണ്. ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ, വെള്ളം കുടിക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് മര്യാദകൾ, ഒരുപാട് പ്രവാചക സുന്നത്തുകൾ നമുക്ക് പാലിക്കാനുണ്ട്. ആ സുന്നത്തുകളെല്ലാം നമ്മളൊന്ന് വിചാരിച്ചാൽ നമുക്ക് പാലിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, വെള്ളം കുടിക്കുകയാണെങ്കിൽ, മറ്റു അന്നപാനീയങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിലൊക്കെ നമുക്ക് ബറക്കത്ത് കടന്നു വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്, പ്രത്യേകം ഒരു പുണ്യമുള്ള കാര്യമല്ല. പക്ഷെ അവിടങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച ഈ മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരാൾ അത് ചെയ്യുമ്പോൾ അതിൽ പ്രതിഫലം ലഭിക്കുന്നു, അതിൽ അവർക്ക് ബറക്കത്ത് കടന്നു വരുന്നു എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ആ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ സ്വഹാബത്ത് പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പരാതി പറഞ്ഞു, പ്രയാസം പറഞ്ഞു. യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഇന്ന നഅകുലു വലാ നശ്ബ, ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് റസൂലെ, പക്ഷെ പള്ള നിറയാത്തൊരവസ്ഥയാണ്. എത്ര കഴിച്ചിട്ടും പള്ള നിറയാത്ത, വിശപ്പടക്കാൻ കഴിയാത്ത രൂപത്തിലാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ചോദിച്ചത്, ഫലഅല്ലകും തഅകുലൂന മുതഫർരിഖീൻ, നിങ്ങളൊക്കെ ചിന്നിച്ചിതറി വ്യത്യസ്തരായിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത്, ഒരുമിച്ചിരിക്കാതെയാണോ കഴിക്കുന്നത് എന്ന് പ്രവാചകൻ ചോദിച്ചു. അവർ പറഞ്ഞു, നഅം, അതെ, ഞങ്ങൾ ഓരോരുത്തരും വേറെ വേറെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, ഫജ്തമിഉ അലാ തആമിക്കും, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. വദ്കുറു ഇസ്മല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ നാമം ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കഴിക്കണം. യുബാറകു ലക്കും ഫീഹി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ബറക്കത്ത് തേടിയെത്തും. ആ ബറക്കത്ത് ഇല്ലാത്തത് കൊണ്ടാണ് കഴിച്ചിട്ടും വിശപ്പടയാത്ത രൂപത്തിൽ അവർക്ക് അനുഭവപ്പെട്ടത് എന്നാണ്. ആ രീതിയിൽ ഇസ്ലാമികമായ അധ്യാപനങ്ങളെ പാലിച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, നമ്മളൊക്കെ വീട്ടിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നൊക്കെ നമുക്കറിയാം, വീട്ടിൽ 5 ആളുകളുണ്ടെങ്കിൽ, 3 മക്കളുണ്ടെങ്കിൽ ഓരോ മകനും ഓരോ സമയത്താണ് ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ ഉമ്മ വേറൊരു സമയത്താണ് കഴിക്കുക, ഉപ്പ വേറെ സമയത്താണ് കഴിക്കുക. 10 ആളുകളുണ്ടെങ്കിൽ 10 സമയത്താണ് ഭക്ഷണം കഴിക്കുന്നത്. ഈ രൂപത്തിലാണ് നമ്മുടെയൊക്കെ വീടിന്റെ അവസ്ഥ മാറിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഇസ്ലാമികമായ അന്തരീക്ഷം സഹോദരന്മാരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊന്ന് വിചാരിച്ചാൽ ഈ രീതിയിലുള്ള സുന്നത്തുകളെ, ഇസ്ലാമിക മര്യാദകളെ നമ്മുടെ ഭക്ഷണത്തിന്റെ വിഷയത്തിലൊക്കെ പാലിക്കാൻ നമുക്ക് സാധിക്കും.
പറ്റുന്ന സന്ദർഭത്തിലെല്ലാം ഒരുമിച്ചിരുന്ന് കുടുംബസമേതം ഭക്ഷണം നമ്മൾ കഴിക്കണം. അത്തരം സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് വരുമെന്ന് മാത്രമല്ല, ഒരുപാട് സന്തോഷങ്ങളും സമാധാനപരമായ അന്തരീക്ഷവും ഒക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമെന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും വീട്ടിൽ ഒരു സന്തോഷം കിട്ടുന്നില്ല. ഏറ്റവും സമാധാനം ലഭിക്കേണ്ടുന്ന ഭവനത്തിൽ ആളുകൾക്ക് ഇന്ന് സമാധാനം ലഭിക്കുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാണ്, ബീച്ചിലോ മറ്റു പാർക്കിലോ പോയാലാണ് പലർക്കും ഇന്ന് സമാധാനം കിട്ടുന്നത്. പല യുവാക്കളും ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരം സമയത്ത് ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്കാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് ആ ഒരു സമാധാനം കിട്ടുന്നില്ല എന്നതാണ് കാരണം. സമാധാനം കിട്ടാനുള്ള ഇത്തരം ഇസ്ലാമികമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് അതിന്റെ കാരണം. പ്രത്യേകിച്ചും ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ അറിയാം, പണ്ട് കാലത്തൊക്കെ, പണ്ടുള്ള നമ്മുടെ വയസ്സായ പ്രായം ചെന്ന മുതിർന്ന ആളുകളോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നല്ല അന്തരീക്ഷം പണ്ട് കാലത്തൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നു. ഇന്നൊക്കെ അത് വളരെ കുറഞ്ഞ് പൂർണ്ണമായും ഇല്ലാത്ത സാഹചര്യമാണ് വീട്ടിലൊക്കെ ഉള്ളത്. പരസ്പരം ഒരേ വീട്ടിൽ 10 ആളുകളുണ്ടാവും, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല, എല്ലാവരും മൊബൈൽ ഫോണിലാണ്, നേർക്കുനേരം ഒന്ന് മുഖം നോക്കുന്ന പോലും ഇല്ലാത്ത സാഹചര്യം. ഇങ്ങനെ എല്ലാ നിലക്കും ഒരുമിച്ച് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുമിച്ചുണ്ട്, പക്ഷേ അവർ ഒരുമിച്ചില്ല. യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് ഒരുമിച്ചില്ല, സംസാരം കൊണ്ട് ഒരുമിച്ചില്ല എന്ന സാഹചര്യമാണ് പല വീട്ടിലുമുള്ളത്. അത് മാറ്റി നമ്മൾ ഇസ്ലാമികമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരണമെന്നാണ്. അങ്ങനെ കൊണ്ടുവന്നാൽ ബറക്കത്ത് ലഭിക്കുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മറ്റൊരു ഹദീസ് നമുക്ക് ഇപ്രകാരം കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഇദാ അകല അഹദുക്കും തുആമ, നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഫൽയൽഅഖ അസ്വാബിഅഹു, അവന്റെ വിരലുകളെ അവൻ നക്കി തുടക്കട്ടെ എന്നാണ്. ഫഇന്നഹു ലാ യദ്രി ഫി അയ്യതിഹിന്നൽ ബറക, ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് എവിടെയാണ് എന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ വിരലുകളെ നിങ്ങൾ നക്കി തുടക്കണം. മറ്റൊരു ഹദീസിൽ പാത്രത്തെയും നിങ്ങൾ നക്കി തുടക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പല ആളുകൾക്കും ഈ ഒരു സുന്നത്ത് പ്രായോഗികവൽക്കരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. പ്രത്യേകിച്ച് ഹോട്ടലിലൊക്കെ ചെന്നാൽ ചില ആളുകളെ നമുക്ക് കാണാൻ പറ്റും, അവർ ഇടത്തെ കൈ കൊണ്ടാണ് വെള്ളം കുടിക്കുക. ഭക്ഷണം കഴിക്കുന്നത് വലത്തെ കൈ കൊണ്ടാണ്, ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കും. എന്താ കാരണം? വലത്തെ കയ്യിൽ വെള്ളം, ആ ഗ്ലാസ് എടുത്താൽ ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ, അതിന്റെ കറിയോ മറ്റോ ആ ഗ്ലാസ്സിലായാൽ അതൊരു വൃത്തികേടല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് ആ ഒരു സുന്നത്തിനെ എടുക്കാതെ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന സാഹചര്യം ഹോട്ടലിലൊക്കെ പോയാൽ പ്രത്യേകിച്ച് നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. സഹോദരന്മാർ, അത് തീരെ ശരിയല്ല, നമ്മൾ മനസ്സിലാക്കണം. ഹോട്ടലിൽ ആരും അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ആ പാത്രത്തിന് മോശം വരുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ അതിൽ കൂടിക്കലരുന്ന രൂപത്തിൽ നിങ്ങൾ കുടിക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഒരു അനാവശ്യമായ ഒരു ബേജാറാണ്, മനസ്സിന്റെ ഒരു ബേജാറാണ്. അതായത് ഇപ്പൊ ഒരു മോശമല്ലേ, അത് കാണുന്ന ആളുകൾക്ക് ഒരു മോശമല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ പ്രവാചകന്റെ സുന്നത്തിനെ അവഗണിക്കുന്ന സാഹചര്യം നമ്മിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. അത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, ഹോട്ടലിലാണെങ്കിൽ നമ്മൾ അതിലിപ്പോ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ആയാലും ഇല്ലെങ്കിൽ അവർ കഴുകും, ഉറപ്പാണ്. പിന്നെ നമ്മളായിട്ട് തന്നെ ഒരു ബേജാറ് കാണിക്കേണ്ട ആവശ്യമുള്ളത്? പ്രവാചകന്റെ അധ്യാപനങ്ങളെ പാലിക്കാം. നമ്മൾ വലത്തെ കൈ കൊണ്ട് തന്നെ കുടിക്കാം, അവർ കഴുകിക്കൊള്ളട്ടെ, അത് അവരുടെ ജോലിയാണ്. ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഒരു സംശയത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട സുന്നത്തിനെ ഒഴിവാക്കുക എന്നുള്ളത് ബുദ്ധിയുള്ള വിശ്വാസികളുടെ ലക്ഷണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരം സാഹചര്യത്തിൽ ഇത്തരം സുന്നത്തുകളെ പ്രത്യേകം പാലിക്കണമെന്നാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരലുകളെ നക്കി തുടക്കണം. ആ 2 ആളുകൾ അവിടെ കാണുന്നുണ്ട്, അവരെന്ത് വിചാരിക്കും? ഞാനിപ്പോ വിരൽ തുടച്ചാൽ ഇവനക്ക് എന്ത് മതിയായിട്ടില്ല എന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കുമോ, പരിഹസിക്കുമോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. പരിഹസിക്കുന്നുണ്ടെങ്കിൽ അവൻ പ്രവാചകന്റെ സുന്നത്തിനെയാണ് പരിഹസിക്കുന്നത്, ആ മനുഷ്യനെയല്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ അവരിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. ആർക്ക് വേണ്ടിയും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ഒഴിവാക്കാൻ നമ്മൾ തയ്യാറാകാൻ പാടില്ല എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അത്തരം സുന്നത്തുകളെയെല്ലാം നമ്മൾ പാലിക്കണം. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അൽ ബറക്കത്തു തൻസിലു വസത ത്വആം, ബറക്കത്ത് ഭക്ഷണത്തിന്റെ മധ്യത്തിൽ ഉണ്ടാവും. ഫകുലു മിൻ ഹാഫതൈഹി വലാ തഅകുലു മിൻ വസതിഹി, ഭക്ഷണത്തിന്റെ മധ്യത്തിൽ നിന്ന് നേരെ നിങ്ങൾ കഴിച്ചു തുടങ്ങാൻ പാടില്ല, ഒരു ഭാഗത്തു നിന്ന്, ഒരു സൈഡിൽ നിന്ന് ഭക്ഷിച്ചു തുടങ്ങണം എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. കാരണം മധ്യത്തിൽ ബറക്കത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കഴിക്കുന്നതിലെല്ലാം ഒരു വൃത്തിയായ ഒരു മര്യാദ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ മര്യാദ സ്വീകരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മളൊക്കെ ഒന്ന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന സുന്നത്തുകളാണ്. വലിയൊരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, എല്ലാവർക്കും എളുപ്പത്തിൽ എല്ലാ സമയത്തും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്.
നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് പലപ്പോഴും ഇത്തരം സുന്നത്തുകളെ നമ്മൾ അവഗണിക്കുന്നത്, നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. അതിലൂടെ ഈ പറഞ്ഞ ബറക്കത്താണ് നമുക്ക് നഷ്ടമാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭക്ഷണത്തിൽ നമ്മൾ പാലിക്കേണ്ട ഇത്തരം മര്യാദകൾ, ഇതുപോലെയുള്ള ഇവിടെ പറയാത്ത ഒരുപാട് മര്യാദകൾ ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കഴിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുപോലെ തന്നെ ആറാമതായും നമുക്ക് ബറക്കത്ത് കൈവരിക്കാനുള്ള ഒരു കാര്യമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന കാര്യം ഇംഫാഖുൽ മാലി ഫി ഉജൂഹിൽ ഖൈർ എന്നാണ്. നന്മയുടെ മാർഗത്തിൽ അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ, ദീനിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക എന്നതാണ്. ധാരാളം സ്വതക്കകൾ നൽകുക എന്നതാണ്. സ്വതക്കയുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവരും കേട്ട ഒരു ഹദീസാണ് മാ നഖസത്ത് സദഖത്തും മിൻ മാലിൻ. ഒരു സദക്കയും ഒരാളുടെയും സമ്പത്തിനെ കുറക്കുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വതക്ക കൊടുത്തതിന്റെ പേരിൽ ഒരാളുടെയും സമ്പത്ത് നഷ്ടപ്പെട്ട് അവൻ പാപ്പരായിട്ടില്ല എന്നർത്ഥം. മറിച്ച് അവനക്ക് ബറക്കത്ത് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുക്കും. അവന്റെ സമ്പത്തിൽ വർധന ഉണ്ടാവും. അവനക്ക് ഒരുപാട് അള്ളാഹു സുബ്ഹാനഹു തആല ഇരട്ടിയായി ജീവിതത്തിൽ ഉടനീളം നന്മകളായും പ്രതിഫലമായും ഒരുപക്ഷെ അതേ പൈസയായിട്ട് തന്നെ ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല ഇരട്ടിയായി കൊടുക്കുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ധാരാളം സ്വതക്കകൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ്. സ്വതക്ക പലരും നിർവഹിക്കുന്നത് റമളാൻ മാസത്തിൽ മാത്രമാണ്. ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത് ഈ റമളാൻ മാസത്തിൽ മാത്രം നിർവഹിക്കാൻ പറ്റുന്ന ഒരു സുന്നത്താണ് എന്ന രൂപത്തിലാണ്. അങ്ങനെയല്ല. എല്ലാ സമയത്തും, പറ്റുന്ന എല്ലാ സമയത്തും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വതക്ക നൽകണമെന്നതാണ്. സ്വതക്ക നൽകുക എന്നത് ഒരു മനുഷ്യന്റെ ഈമാനിന്റെ ഏറ്റവും നല്ല അടയാളമായിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അസ്വദഖത്തു ബുർഹാൻ, സ്വതക്ക തെളിവാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ സത്യസന്ധമായ ഈമാനിന്റെ ഉടമയാണ് എന്നതിന്റെ തെളിവാണ് സ്വതക്ക നിർവഹിക്കാൻ കഴിയുക എന്നത്. ആ ഒരു സുന്നത്തിനെ സദാസമയം നമ്മൾ പറ്റുമ്പോഴെല്ലാം, എല്ലാ മാസങ്ങളിലും എല്ലാ സമയങ്ങളിലും നമ്മൾ അന്വർത്ഥമാക്കണം എന്നതാണ്. കേവലം ഒരു റമളാൻ പോലെയുള്ള ചില മാസങ്ങളിൽ മാത്രം ഒരുപാട് ചെയ്തു, പിന്നെ പൂർണ്ണമായി ഒഴിവാക്കി അടുത്ത റമളാൻ വരുമ്പോൾ സ്വതക്ക കൊടുത്തു, ഇങ്ങനെയല്ല. പറ്റുന്ന ജീവിതത്തിൽ ഉടനീളം നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുകൊണ്ട്, നമ്മുടെ കഴിവിനനുസരിച്ചുകൊണ്ട് സ്വതക്ക നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ്. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുനാഫിഖൂനിൽ ഒരു ആയത്തുണ്ട്. നമ്മളെല്ലാവരും മരിച്ചു പോകും. മരണം കടന്നു വരുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ, പ്രത്യേകിച്ചും നന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും നന്മ ചെയ്യാതെ വിലപിക്കുന്ന ആളുകളുടെ ഒരു രംഗം വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുനാഫിഖീനിൽ പറയുന്നുണ്ട്. അവർ നന്മകൾ ചെയ്യാൻ കൊതിക്കുന്ന ഒരു സന്ദർഭം, അവിടെ അവർ ആഗ്രഹിക്കുന്ന ആ നന്മ എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നിങ്ങൾ ഒരാൾക്ക് മരണം കടന്നു വരുന്നതിന് മുമ്പ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. ഇല്ല എങ്കിൽ മരണം കടന്നു വരുമ്പോൾ ഫയഖൂൽ, ആ മനുഷ്യൻ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, റബ്ബേ എന്നെ കുറച്ച് സമയത്തേക്കൊന്ന് എനിക്ക് സമയം നീട്ടി തന്നിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഫഅസ്സദ്ദഖ എന്നാണ് പറഞ്ഞത്. ഞാൻ സ്വതക്ക ചെയ്യുമെന്നാണ്. എനിക്കൊരു സമയം ഒരല്പം നീട്ടി തന്നാൽ പടച്ചവനെ, ഇപ്പോൾ എന്റെ റൂഹ് പിടിക്കുന്നില്ല എങ്കിൽ ഞാൻ ദുനിയാവിലേക്ക് തന്നെ മടങ്ങി ഞാൻ സ്വതക്ക നിർവഹിക്കാം, അതിനൊരു അവസരം തരണേ എന്നാണ്. വഅകും മിനസ് സ്വാലിഹീൻ, അങ്ങനെ സ്വതക്ക നിർവഹിച്ച് ഞാൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകും റബ്ബേ, അതുകൊണ്ട് എനിക്കൊരു അവസരം തരണേ എന്ന് ചോദിക്കുമെന്നാണ്. അപ്പൊ ഇവിടെ ആ ഒരു മരിക്കുന്ന മനുഷ്യൻ ആ അവസരത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മയായി എടുത്തു പറഞ്ഞത് സ്വതക്കയാണ്. അത്രയും സ്വതക്കൊക്കെ പ്രത്യേകതയുണ്ട്, പോരിശയുണ്ട്, പ്രതിഫലമുണ്ട് എന്നതുകൊണ്ടാണ് സ്വതക്ക ചെയ്യാൻ വേണ്ടി ആ മനുഷ്യൻ പ്രത്യേകമായി ആഗ്രഹിക്കുന്നത് എന്നതാണ് നമുക്ക് ഇവിടെ മനസ്സിലാകുന്നത്. അത്രയും വലിയ നന്മയാണ് സ്വതക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സുന്നത്തിനെ ജീവിതത്തിൽ ഉടനീളം പറ്റുന്ന വിധത്തിൽ നമുക്ക് അന്വർത്ഥമാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന്റെ ബറക്കത്ത് കടന്നു വരുമെന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബറക്കത്ത് ലഭിക്കാനായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏഴാമത്തൊരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷുർബ് മാഇ സംസം എന്നതാണ്. സംസം വെള്ളം ഉപയോഗിക്കുക എന്നതാണ്. കാരണം ലോകത്തുള്ള വെള്ളങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പരിശുദ്ധമായ, മുബാറക്കായ, ബറക്കത്തുള്ള വെള്ളമാണ് സംസം വെള്ളം. അതിൻ്റെ ചരിത്രവും മറ്റുമൊക്കെ നമുക്കറിയാം. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ചരിത്രത്തിലാണ് സംസമിൻ്റെ തുടക്കമുണ്ടാവുന്നത്. ഇപ്പോഴും
അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ വറ്റാത്ത രൂപത്തിൽ നമുക്ക് പരിശുദ്ധ മക്കയിൽ ചെന്നാൽ ലഭിക്കുന്ന പാനീയമാണ് സംസം. അതിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാഉ സംസം ലിമാ ശുരിബ ലഹു എന്നാണ്. സംസം വെള്ളം അത് എന്ത് നിയത്തിലാണോ കുടിക്കുന്നത് അതിനു വേണ്ടിയുള്ളതാണ് എന്നാണ്, അഥവാ അതിന് ശമനമാണ് എന്നാണ്. വളരെ ആത്മാർത്ഥമായി നല്ല ഉദ്ദേശത്തോടു കൂടി ആ സംസമിന്റെ പോരിശയെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ലാത്ത വിധം നല്ല ഉദ്ദേശത്തിൽ ഒരു പ്രയാസം മാറാൻ വേണ്ടി അത് കുടിച്ചാൽ ആ പ്രയാസം മാറിക്കിട്ടുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. എത്രയോ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഈ സംസം വെള്ളം അതിലൂടെ അവർക്ക് കിട്ടിയ നേട്ടങ്ങൾ, ജീവിതത്തിലുള്ള അവരുടെ പ്രയാസങ്ങൾ മാറിയ സംഭവങ്ങളൊക്കെ പല പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതിയത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ശരിയായ ഇഖ്ലാസോടുകൂടി അത് കുടിക്കുമ്പോഴാണ് ഇത് ലഭിക്കുക. ഒരാള് ദുരുദ്ദേശത്തോടു കൂടി അങ്ങനെയാണെങ്കിൽ ഒന്ന് പരിശോധിക്കട്ടെ, അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട്, ഞാനൊന്ന് കുടിക്കട്ടെ, എനിക്ക് ഇന്ന് പ്രശ്നമുണ്ട്, ഒന്ന് നോക്കട്ടെ എന്നൊരു ദുരുദ്ദേശത്തോടു കൂടി ഒരാൾ ചെയ്താൽ ഒരിക്കലും അതിന്റെ ഫലം കിട്ടൂല എന്നാണ്. സംസം വെള്ളം എന്നല്ല ഒരു കാര്യത്തിലും ഫലം കിട്ടൂല. മറിച്ച് നല്ല ഇഖ്ലാസോടുകൂടി നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടെങ്കിൽ അവൻക്കതിന്റെ നേട്ടം, അതിന്റെ പ്രതിഫലം കിട്ടുക എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നിലക്ക് നോക്കുമ്പോൾ സംസം വെള്ളം പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്, ശമനമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹിയായ ഒരു അധ്യാപനമാണ്. ആ സംസം വെള്ളം ആ രൂപത്തിൽ നമ്മൾ കുടിക്കണമെന്നതാണ്. പല ആളുകളും സംസം വെള്ളം കുടിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ലാതെയാണ് കുടിക്കുന്നത്. മറിച്ച് നല്ല ഒരു നിയത്തോടു കൂടി അത് കുടിക്കണമെന്നാണ് നമ്മളെ പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ബറക്കത്ത് ജീവിതത്തിൽ കൈവരിക്കാൻ ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും പറഞ്ഞ കാര്യങ്ങൾ സഹോദരന്മാരെ കഴിവിന്റെ പരമാവധി നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബറക്കത്തുള്ള അനുഗ്രഹീതമായ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതു വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു പരിപൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കടം കൊണ്ട് വലഞ്ഞ ആളുകൾക്ക് ഹലാലായ മാർഗത്തിൽ കടം തിരിച്ചു വിട്ടാനുള്ള സാഹചര്യം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ അനുസരിച്ച് തഖ്വയോടുകൂടിയുള്ള ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.